നമസ്കാരം. ഹൈന്ദവ പുരാണം അനുസരിച്ച് സന്യാസിയായ പരമശിവനെ കല്യാണം കഴിച്ചതിൽ സതീദേവിയുടെ പിതാവായ പ്രജാപതി ദക്ഷന് പരമശിവനോട് വളരെയേറെ ദേഷ്യമുണ്ട്. അങ്ങനെ ദക്ഷൻ ഒരു യാഗം നടത്തി അവിടെ സർവ്വദേവഗണങ്ങളെയും ക്ഷണിച്ചു. പക്ഷെ പരമശിവനെയും സതീദേവിയും മാത്രം ക്ഷണിച്ചില്ല. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ ദേവോങ്കി ദേവ് മഹാദേവ് എന്ന സീരിയലിലെ കുറച്ച് പാർട്സ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. കൈലാസനാഥ എന്ന പേരിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൊട്ടിയൂരിലേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പ വഴിയെല്ലാം ചേർത്തിട്ട് കൊട്ടിയൂർ വ്ലോഗ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ വന്ന് കാണാം. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തുടർന്ന് കാണാം. സതി, നിന്റെ ശ്രദ്ധ എവിടെയാണ്? എല്ലാവരും പിതാവിന്റെ യജ്ഞത്തിന് പോവുകയാണ്. എനിക്ക് അവരെയെങ്കിലും കാണണമെന്ന് തോന്നി. മനസ്സിനെ വശമാക്കണം സതി. ശ്രദ്ധ നമ്മുടെ സംസാരത്തിൽ കേന്ദ്രീകരിച്ചാലും അത്ര സരളമല്ല തപശ്ചര്യ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പിതാവിന്റെ യജ്ഞത്തിന് പോവാം. അനന്തരം അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അങ്ങ് എങ്ങനെ ഉപദേശിച്ചാലും അതുപോലെയൊക്കെ ചെയ്തോളാം. തപശ്ചര്യ ജീവിതത്തിൽ എപ്പോഴും അനുഷ്ഠിക്കാമല്ലോ. എന്നാൽ പിതാവിന്റെ യജ്ഞം ഇന്നല്ലേ ഉള്ളൂ. നമ്മൾ അവിടെ ക്ഷണിക്കപ്പെടാതെ ചെല്ലുന്നത് ഉചിതമാകുന്നില്ല സതി. അങ്ങനെ നാം അവിടെ ചെന്നാൽ അത് അഹിതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ദാക്ഷ. അഹിതം അഹിതം അഹിതം. കേട്ടോളൂ, അങ്ങെന്റെ കൂടെ വന്നില്ലെങ്കിലും സാരമില്ല. ഞാൻ നിശ്ചയം ഈ യജ്ഞത്തിന് പോകുന്നതാണ്. അങ്ങനെ തടയില്ലെന്ന് ഞാൻ അങ്ങയുടെ മേൽ സത്യം ചെയ്യുന്നു. ഞാൻ നിശ്ചയം പോകുന്നതാണ്. അഥവാ അവിടെ പോയാൽ എനിക്ക് അഹിതം സംഭവിച്ചാൽ പോലും അഹിതം സംഭവിച്ചതിന് ശേഷം മാത്രമേ അങ്ങ് വരാൻ പാടുള്ളൂ. ഇതെനിക്ക് അങ്ങ് നൽകുന്ന സത്യമാണ്. ഇതെന്തൊരു സത്യമാണ് നീ ചെയ്തത് സതി? നിനക്ക് അഹിതം സംഭവിച്ചതിന് ശേഷം നാം വരുന്നത് വ്യർത്ഥമായി പോവുകയില്ലേ? ഇങ്ങനെ സത്യം ചെയ്തതിന് ശേഷം നീ പോകുവാൻ ശ്രമിക്കരുത് സതി. നീ ഈ ക്ഷണം തന്നെ നിന്റെ സത്യം തിരിച്ചെടുത്തേ പറ്റൂ സതി. എനിക്കറിയാം അങ്ങനെ അത്യന്തം പ്രേമിക്കുന്നുണ്ടെന്ന്. എന്നാൽ പ്രജാപതി ദക്ഷൻ എന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സന്താനങ്ങളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനായിരുന്നു. ഞാൻ അവിടെ സുരക്ഷിതയായിരിക്കും മഹാദേവ. ഇക്കാര്യത്തിൽ അങ്ങയുടെ ഹൃദയത്തിൽ ഒരാശങ്കയും വേണ്ട മഹാദേവ. എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല. അദ്ദേഹം നിന്നെ ക്ഷണിച്ചിട്ടില്ല സതി. ഭ്രമമാണ് നിനക്ക്. നിന്റെ ഭ്രമത്തിൽ നീ മയങ്ങിപ്പോയിരിക്കുന്നു. അത് നിന്റെ പതിയുടെ വാക്കുകളിലെ സത്യം പോലും മനസ്സിലാക്കിപ്പിക്കുന്നില്ല. എന്നാൽ സത്യം ഇത് തന്നെയാണ്. പ്രജാപതിയുടെ യജ്ഞത്തിൽ നിനക്ക് കേവലം അഹിതങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എങ്കിൽ ശരി, അഹിതം എനിക്ക് എന്റെ പിതാവിന്റെ കൈകളാൽ സംഭവിക്കുകയാണെങ്കിൽ അതും എനിക്ക് സ്വീകാര്യമാണ്. അവിടെ എനിക്ക് അഹിതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അങ്ങയുടെ മനസ്സിൽ എന്റെ പിതാവിനെ കുറിച്ചുള്ള ദുർഭാവനയും അതോടെ എന്നേക്കുമായി മാറി കിട്ടുന്നതല്ലേ. ഞാൻ ഇന്ന് തന്നെ കൺകണത്തിലേക്കുള്ള എന്റെ യാത്ര ആരംഭിക്കുന്നതാണ്. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. മാതാവിനെ തടഞ്ഞാലും പ്രഭു. സ്ത്രീ ഒരുമ്പെട്ടാൽ തടയുന്നത് അസംഭവ്യമാണ് നന്ദി. അസംഭവ്യം. സൃഷ്ടിയുടെ ആരംഭത്തിന് മുൻപും അതിനുശേഷവും ഇത്രയും വിശാലമായ ഒരു യജ്ഞം നടന്നിട്ടുണ്ടോ? ഇനി ഒരിക്കലും നടക്കുകയുമില്ല. പ്രജാപതി, എനിക്ക് അങ്ങയുടെ ഒരു അപേക്ഷ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ശിവനും സതിയും ഈ യജ്ഞത്തിൽ ക്ഷണമില്ലാതെ വരുവാനിടയായാൽ അങ്ങ് അവരെ അപമാനിക്കാതിരുന്നാലും. അപമാനം സംഭവിക്കുന്നത് സ്വാഭിമാനമില്ലാത്തവർക്കാണ് ഋഷിഭൃഗു. എവിടെ പോവുകയാണ് അവിടുന്ന്? ഞാൻ എന്റെ പിതാവിന്റെ യജ്ഞത്തിൽ സംബന്ധിക്കാൻ പോവുകയാണ്. മാതാവി, അകത്തു നടക്കുന്നത് ഒരിക്കലും യജ്ഞമാവുന്നില്ല. മഹാദേവനെ അവഹേളിക്കുവാനുള്ള സമ്മേളനം മാത്രമാണ്. അവിടുന്ന് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല മാതേ. എന്റെ പിതാവിന് എന്റെ പതിയെ അപമാനിക്കുവാൻ സാധിക്കില്ല. ഞാൻ അത് മനസ്സിലാക്കിപ്പിക്കുവാൻ വന്നതാണ്. ക്ഷമിച്ചാലും മാതാവി. അങ്ങ് എന്റെ കൂടെ വന്ന് കണ്ടാലും എന്നിട്ട് സ്വയം ബോധ്യപ്പെട്ടാലും അദ്ദേഹം എന്റെ വാക്കുകൾ മാനിക്കുന്നതാണ്. എവിടെ മഹാദേവനില്ലയോ, മഹാദേവന്റെ സ്മരണയുമില്ലയോ, അവിടെ എനിക്ക് ഒരു ക്ഷണനേരം നിൽക്കാൻ സാധിക്കുകയില്ല. ക്ഷമിച്ചാലും. ഏത് ശ്രേണിയിലാണ് അങ്ങയുടെ മഹാദേവൻ? ദേവൻ, അസുരൻ, മനുഷ്യൻ, വേദം, ജീവജന്തു, ആരാണവൻ? ശിവൻ ദേവാദിദേവനായ മഹാദേവനാണ്. സാക്ഷാൽ പരമേശ്വരനാണ്. അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങയുടെ അജ്ഞതയ്ക്ക് അങ്ങനെ തോന്നും. നമ്മുടെ സർവജ്ഞതയ്ക്ക് മുൻപിൽ ശിവൻ ഒന്നുമല്ല. എന്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയെ തകർക്കുവാൻ ഞാൻ അനുവദിക്കുന്നതല്ല. അങ്ങേക്ക് അദ്ദേഹത്തെ അപമാനിക്കുവാൻ അർഹതയില്ല. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്തിനിങ്ങനെ മൗനം പാലിക്കുന്നു? എന്റെ മഹാദേവന്റെ അപമാനം നിങ്ങളുടെ
എന്നിട്ട് ഈ നിറഞ്ഞ സഭയിൽ മഹാദേവൻ അപമാനിതനാകുമ്പോൾ അവിടുന്ന് എന്താണ് മൗനിയായിരിക്കും? ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ എന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങൾ? അത് ഭഗവാൻ വിഷ്ണുവിന് പോലും മനസ്സിലാകുന്നില്ല എന്നുണ്ടോ? നാരായണ, അങ്ങ് സർവജ്ഞാനിയല്ലേ? അങ്ങിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയാലും മതി സതി മതി, നീ അതിൽ കടന്നിരിക്കുന്നു. അതിക്രമിച്ചിരിക്കുന്നു എന്റെ സ്വാമിയോടുള്ള നിന്ന. ഇത്രയൊക്കെ കേട്ടതിന് ശേഷം ഇനി ജീവിക്കുവാൻ എനിക്ക് അധികാരമില്ലാതായിരിക്കുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ദാക്ഷായണിയായി ജന്മമെടുത്തത് എത്ര വലിയ ശാപമായി പോയി എന്ന്. ഇന്ന് ആ ശാപത്തിൽ നിന്നും ഞാൻ മുക്തയാകേണ്ടിയിരിക്കുന്നു. നശിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ശരീരത്തെ. നശിപ്പിച്ചേ മതിയാവൂ ഈ ശരീരം. ഒരുപക്ഷെ ഇതിനു ശേഷം എനിക്ക് എന്റെ മഹാദേവൻ പ്രാപ്തമായേക്കാം. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ദേവതകൾക്കും മഹാദേവനുണ്ടായ ഈ അപമാനത്തിൽ നിന്നും ഒരിക്കലും മുക്തി ലഭിക്കുന്നതല്ല. ഞാൻ എന്റെ പതി മഹാദേവനെ നമിച്ചുകൊണ്ട് എന്റെ ശരീരത്തെ സ്വയിച്ഛപ്രകാരം ഈ അഗ്നികുണ്ഡത്തിന് ഇരയാക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആ കാപാലികനായ ചണ്ടാളന് ഒരു സ്ഥാനവുമില്ല. മഹാദേവന്റെ ക്രോധത്തിന് ഭാജനമാകുവാൻ തയ്യാറായാലും പ്രജാപതി, അതൊരിക്കലും നീ മാത്രമല്ല, സമസ്ത പ്രപഞ്ചവും അനുഭവിക്കേണ്ടതായി വരും നിന്റെ ദുഷ്കർമ്മങ്ങളുടെ പരിണാമം. അരുത് നാരായണ, നമ്മെ അങ്ങ് ധർമ്മസങ്കടത്തിലാക്കരുത്. മഹാദേവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അങ്ങും. നമുക്ക് അങ്ങയോട് എങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കും? നമുക്ക് ദക്ഷനെ വധം ചെയ്ത് അവന്റെ അഹങ്കാരത്തെ വിനാശം ചെയ്തേ പറ്റൂ. ദക്ഷരക്ഷാർത്ഥം നാമും പ്രതിജ്ഞാബദ്ധനാണ്. നീ ആശങ്ക കൂടാതെ യുദ്ധം ചെയ്യണം. നമുക്ക് ദക്ഷരക്ഷാർത്ഥം നിന്നോട് യുദ്ധം ചെയ്യുവാൻ നീ തന്നെ ഒരു അവസരം ഒരുക്കി തന്നാലും. ദക്ഷനെ വധിക്കാൻ മഹാദേവനിൽ നിന്ന് ഉടലെടുത്ത വീരഭദ്രനെയാണ് മഹാവിഷ്ണു തടവിലാക്കിയത്. വീരഭദ്രനെ മോചിപ്പിക്കാൻ ഭദ്രകാളി ഉടലെടുത്തു. അങ്ങനെ ദക്ഷന്റെ ശിരച്ഛേദം അവിടെ നടക്കുകയും പരമശിവന് തന്റെ ക്രോധം നിയന്ത്രിക്കാനാവാതെ വരുമ്പം സ്വയം മഹാവിഷ്ണു തന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പത്നി വിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന ശിവനെ മഹാവിഷ്ണു കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലിയായി അവിടെ നടത്തപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശിവക്ഷേത്രമായ കൊട്ടിയൂരിൽ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമജപം എങ്ങനെ വന്നൂന്ന്? കൊട്ടിയൂരിന്റെ ചരിത്രം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കൊട്ടിയൂരിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നും ഞങ്ങൾ ട്രാവൽ വ്ളോഗും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇടുന്നത്. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. അണ്ടിൽ ദെൻ ബൈ.